മാധ്യമത്തിൽ ഫോട്ടോ വന്നാൽ പോരാ, ഫോട്ടോ വന്നാൽ പോരാ, ജനങ്ങളുടെ വിഷയങ്ങളിൽ കൈകാര്യം ചെയ്യണം. അതാണ് ഒരു മന്ത്രി, അതാണ് ഒരു മന്ത്രി. ജനങ്ങൾ വോട്ട് മേടിച്ച് അധികാര കസേരയിൽ ഇരിക്കണം, ഓർക്കണം. ഞാനിവിടെ അങ്ങനെ വന്നു, അതാണ് മന്ത്രി. അത് ആരും ഏത് പാർട്ടിയിലുള്ളവരെയായാലും ഞങ്ങൾ അംഗീകരിക്കും. അതാണ് പോയിട്ട് വൈകിട്ട് ഓടിപ്പോകുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്നറിയാമോ? വീട്ടിലെത്താൻ വേണ്ടി റോഡ് ബ്ലോക്ക് അവിടെ വരുമ്പോൾ അതിനെന്തെങ്കിലും ഒരു മന്ത്രിയായിട്ട് അവിടെ ഇരിക്കുമ്പോൾ ടെൻഡർ കൊടുത്തു പോലെ. ടെൻഡർ കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ടെൻഡർ കൊടുത്ത ആൾ അത് ചെയ്യിക്കാനുള്ള കഴിവും കൂടെ ഉണ്ടായിരിക്കണം. ടെൻഡർ കൊടുത്തെങ്കിൽ എടുത്ത ആളെ കൊണ്ട് അത് ചെയ്യിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അല്ല, ടെൻഡർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അവർ ചെയ്തില്ല, ഞാനെന്താ വേണം? അതൊരു ന്യായമായ കാര്യമല്ല. ഒരു വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ടെൻഡർ കൊടുത്തെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ അത് ചെയ്ത് തീർക്കണം. ഉടായ്പ പണി കാണിച്ചാൽ അവിടെ വെള്ളക്കെട്ട് നിൽക്കത്തില്ല. അവിടെ ചെയ്യണമെങ്കിൽ ഇച്ചിരി കാശ് ഇറക്കി ചെയ്തെങ്കിലേ അവിടെ ശാശ്വത പരിഹാരം ഉണ്ടാകത്തുള്ളൂ. നല്ല ഒരു എസ്റ്റിമേറ്റ് എടുക്കണം. അതോ റോഡ് പണിയാനും വരും, കൂടെ തൊട്ടുതേപ്പുണ്ട് അവിടെ. ഞാൻ മാത്രം കാണുവാണെങ്കിൽ അവിടെ നിർത്തി ചോദിക്കും, ഇതിൻ്റെ ഉദ്യോഗസ്ഥരെന്തിയെ, ഇതാരാ നിന്ന് ചെയ്യിക്കുന്നതെന്നൊക്കെ ചോദിക്കും. ഒരു ജനപ്രതിനിധി പോലും അവിടെ നിന്ന് അത് ചെയ്യുന്ന വർക്ക് നോക്കത്തില്ല. എന്തിനാ ഇവരിങ്ങനെ ഇരിക്കുന്നത്? എന്തിനാ ഇരിക്കുന്നത്? നമുക്ക് ജനങ്ങൾ ഒരു കസേര തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ അധികാരം ജനങ്ങൾക്ക് തന്നെ ചെയ്തു കൊടുക്കാൻ കഴിയണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സാധനത്തിനൊന്നും നിൽക്കാൻ പോകരുത്. അത്രയേ ഉള്ളൂ. ഞാനും 5 വർഷം നിന്നൊരു വ്യക്തിയാണല്ലോ. പ്രതിഷേധത്തിന് കാരണമെന്ന് വെച്ചാൽ കുറച്ച് മാസങ്ങൾ കൊണ്ട് ഈ മുസ്ലിം സ്ട്രീറ്റ് പാലത്തിൻ്റെ അവിടെ പുത്തൂരോട്ട് പോകുന്ന റോഡ് മൊത്തം ഇടിഞ്ഞ് തകർന്ന് വലിയ കുഴികളായി കിടക്കുകയാണ്. ആ നാട്ടുകാരും ആ പരിസരവാസികളും പാർട്ടിക്കാരുൾപ്പെടെ അവിടെ സമരം ചെയ്തു. പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും ഉൾപ്പെടെ സമരങ്ങൾ നടത്തിയിട്ടൊന്നും ഒരു പരിഹാരവും കാണുന്നില്ല. ഞങ്ങളാണെങ്കിൽ 24 മണിക്കൂർ ഓരോ ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു വഴിയാണ്. 2 വീലർ പോയി ഒരുപാട് ആളുകൾ മറിഞ്ഞു വീണു, അപകടങ്ങൾ സംഭവിച്ചു. കഴിഞ്ഞ ഒരു 3 ദിവസത്തിന് മുമ്പ് മരണത്തിന് പോയ ഒരു ഭാര്യ ഭർത്താവും കൂടെ പോയവർ കുഴിക്കകത്ത് വീണ് ആ പുള്ളിക്കാരൻ ആ മീൻകടയുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ പോയി ഷർട്ട് ഊരി കഴുകിയിട്ട് പാൻറ്റും ബനിയനും ഇട്ടുകൊണ്ടാണ് മരണത്തിന് പോയത്. ആ അവസ്ഥയാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്തൊരു മന്ത്രി ഇരുന്നിട്ട് ഈ റോഡ് ചെയ്യാൻ കഴിവില്ലെങ്കിൽ പ്രതിഷേധിക്കണ്ടേ? ഇത് ഒരു രാഷ്ട്രീയപരമായിട്ടും അല്ല ഞാൻ പ്രതിഷേധിച്ചത്. ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഒരു സാധാരണ വ്യക്തി എന്ന രീതിയിൽ ഞാനും പൊതുജനങ്ങളും അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടിട്ട് ഞാൻ പ്രതികരിച്ചത് തന്നെയാണ്. അതിനുവേണ്ടിയാണ് പ്രതികരിച്ചത്. ഈ പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഉണ്ട്. ഈ റോഡ് ഓണത്തിന് മുമ്പ് നന്നാക്കിയില്ലെങ്കിൽ മന്ത്രി ഓണം ഉണ്ണത്തില്ല, ഞാനും ഉണ്ണത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫീസിൽ വന്ന് നിരാഹാരം കിടക്കും. ഒരു മന്ത്രി എന്ന് പറയുന്ന ഉദ്ഘാടനങ്ങൾ മാത്രം മന്ത്രിയുടെ ലക്ഷ്യം. ഞാൻ മന്ത്രി വന്നു, വണ്ടിയുടെ മുമ്പിലോട്ടെടുത്ത് നിന്നു, ബോർഡെടുത്ത് ഫ്ലെക്സ് ബോർഡ് കയറുതെടുത്ത് ഞാൻ ഇങ്ങനെ പിടിച്ചപ്പോൾ എന്നെയും ബോർഡും കൂടെ തള്ളിക്കൊണ്ട് പോവുക മുമ്പോട്ട് മന്ത്രി. ഞാൻ പറഞ്ഞു, ഇതിനൊരു ഉറപ്പ് പറ, ഈ റോഡിൻ്റെ കാര്യത്തിന് ഒരു ഉറപ്പ് പറ, എപ്പം ചെയ്യും എന്നുള്ള ഉറപ്പ് പറ. അത് പറയാം, നമുക്ക് ഇരുന്ന് സംസാരിക്കാമെന്ന്. ഞാനെന്ന് വെച്ചാൽ ഉദ്ഘാടനത്തിന് ചെല്ലുന്ന അവിടെ ഇരിക്കാൻ. ഞാൻ പറഞ്ഞു, ഞാൻ ഉദ്ഘാടനത്തിന് വന്നതല്ല, എനിക്ക് ഈ റോഡാണ് പ്രശ്നം, അതിനൊരു പരിഹാരം ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അതാണ് സംഭവം. അത് ഇനിയും നടത്തും. ആരെങ്കിലും വേണ്ടേ പ്രതികരിക്കാൻ? ജനങ്ങളുടെ വോട്ട് മേടിച്ച് ജയിച്ച ഒരു ജനപ്രതിനിധി, അതുമല്ല ഒരു ധനകാര്യം കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി 24 മണിക്കൂർ ഇതുവഴി പോവാതിരിക്കത്തില്ല, എപ്പോഴെങ്കിലും പോകത്തില്ലേ? ഇത് കണ്ടാലേ എന്താ ബാക്കിയുള്ളവരെല്ലാം വിഡ്ഢികളാക്കുന്നു. നടക്കത്തില്ല പരിപാടി, അനുവദിക്കത്തുമില്ല.